അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള മസാല ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അത്. ഇപ്പോൾ വീക്കെൻഡിലൊക്കെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. 2 ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തൊലിയോട് കൂടി തന്നെ കുറച്ച് വലിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൈയിൻ്റെ ഭാഗം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ബാക്കി എല്ലാ ഭാഗവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സ്പൈസസൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിന് പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല. ചിലർക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറച്ച് കുറവായിട്ട് വേണ്ടി വരും. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പൗഡറാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഗാർലിക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് അതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉള്ളിയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒനിയൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡറാണ് കേട്ടോ, ഇഞ്ചിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് വൈറ്റ് ആയിട്ടുള്ള കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, വൈറ്റ് പെപ്പർ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഈ ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് എടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പട്ടയുടെ പൊടിയാണ് കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ പട്ട പൊടിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ പൊടി, ഉള്ളിയുടെ പൊടി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് എടുത്താൽ മതി. നമുക്കിവിടെ ചീപ്പായിട്ട് കിട്ടും ഈ ഒരു പൗഡറുകളൊക്കെ, അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ കൂടുതൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എടുത്താൽ മതി. പിന്നെ കുരുമുളക് പൊടി നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ തന്നെ എടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ, അപ്പോൾ കളറ് മാറും ബ്രോസ്റ്റിൻ്റെ. നമുക്ക് എപ്പോഴും റോസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഉൾഭാഗം നന്നായിട്ട് വൈറ്റ് കളറാണല്ലോ കാണാറുള്ളത്. പിന്നെ ഇറച്ചിയുടെ ഉള്ളിലാണ് മസാല ഒക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്തിട്ട് നിങ്ങൾ ബ്രോസ്റ്റ് ആകെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ആക്കരുത് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മൾ 4-5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ അടച്ചു വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ചെറുനാരങ്ങ നീരിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. നല്ല സ്പൈസസ് ആവണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എടുക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് സോസ് എടുത്താലും മതി. ഇതുപോലെ ഞാനൊരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്. നീഡിലില്ലാത്തൊരു സിറിഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് കേട്ടോ. ഇതിന് അതിൻ്റേതായ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ സിറിഞ്ച് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ചിക്കൻ്റെ ഓരോ പീസസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു മുളക് പൊടിയുടെ ഒരു മിക്സ് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾ മസാല പുരട്ടിയിട്ട് ചെയ്യരുത്. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു ബ്രോസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ മാറും. ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൈസസ് ആയിട്ടുള്ള ഈ മസാല ബ്രോസ്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് ചിക്കൻ്റെ ഉള്ളിലാവും, ചില ഭാഗങ്ങളിൽ മാത്രമായിട്ടാണ് ആ ഒരു മുളകിൻ്റെ ആ ഒരു മിക്സ് കിട്ടാറുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പീസിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് പീസിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോൾ മുളക് പൊടി ഇല്ലാണ്ട് ചെയ്യാവും നന്നാവുക. വലിയവർക്കൊക്കെ ആവും അതുപോലത്തെ മസാല ബ്രോസ്റ്റൊക്കെ ഇഷ്ടപ്പെടുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് റസ്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3 ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റസ്ക് പൗഡറിൻ്റെ അളവ് കൂട്ടിയിട്ട് മറ്റേ 2ഉം അതിൻ്റെ പകുതിയായിട്ട് എടുക്കുക. ഇനി നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റസ്ക് പൗഡറിന് പകരം നിങ്ങൾക്ക് ഓട്സ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്.
ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് ഉപ്പില്ലാണ്ടായി പോകട്ടെ അതിൻ്റെ ഒരു കോട്ടിങ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഈ ഒരു ബൗളിൽ ഞാൻ കുറച്ച് പാലെടുക്കുന്നുണ്ട്. പാലെടുക്കുന്ന സമയത്ത് തണുത്ത പാൽ തന്നെ എടുക്കുക കേട്ടോ. ഒരിക്കലും നിങ്ങൾ ചൂടാക്കിയിട്ടുള്ള പാലെടുക്കരുത്. ഇനി നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ ഒരു മൈദ, കോൺഫ്ലോർ, റസ്ക് പൗഡറിൻ്റെ ആ ഒരു മിക്സിൽ മുക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ പാലിലൊന്ന് മുക്കിയെടുക്കുക. വീണ്ടും നമ്മൾ ആ ഒരു പൊടിയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക കേട്ടോ. ഒരു ഡബിൾ കോട്ടിംഗ് എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ഒറ്റ ഇതിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ചിക്കന്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ പീസും ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് ഈ ഒരു പൊടിയുടെ മിക്സിൽ മുക്കിയിട്ടൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് പാലിൽ മുക്കിയിട്ടൊന്നും കൂടെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സുഖമാണ്. നമ്മൾ ഓരോ പീസസ് ഇങ്ങനെ ചെയ്യുന്നേക്കാളും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം നമ്മൾ ആദ്യത്തെ ഒരു ഇതിലൊന്നും ഒരു പ്രാവശ്യം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം എല്ലാം ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു ഡബിൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് പാലിൽ മുക്കിയിട്ട് വീണ്ടും ആ ഒരു മൈദയുടെ മിക്സിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ മുട്ടയുടെ ഒരു മിക്സ് എടുക്കരുത് കേട്ടോ. അതുപോലെ ചിക്കൻ ഡിപ്പ് ചെയ്യാനായിട്ട് പാൽ തന്നെ എടുക്കുക. അപ്പോൾ എല്ലാ പീസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു മൈദയുടെ മിക്സിലൊക്കെ നന്നായിട്ട് തന്നെ കവർ ചെയ്യുക കേട്ടോ നിങ്ങൾ. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വലിയൊരു പാത്രമൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഇത് ചെയ്തെടുക്കാം. സാധാരണ ബ്രോസ്റ്റ് എയർ ഫ്രൈറിലൊക്കെ ഇട്ടിട്ട് അതുപോലെയാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അടച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ പീസുകളാണ്. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വേഗം വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കാവും കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും പുറത്ത് പോകാണ്ട് തന്നെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇനി ഒരു ഭാഗം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ കളറൊക്കെ നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായി പോവും. ഒരു ഭാഗം ഒന്ന് റെഡി ആവുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നമ്മളിതിനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്തോളും. ഇപ്പോൾ വലിയ വലിയ പീസുകളാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാണ്, ഉൾഭാഗം നന്നായിട്ട് വേവോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ 2 ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇനി ഒരുപാട് സമയത്ത് മൂപ്പിക്കരുത്. അപ്പോൾ ഒരുപാട് അതിൻ്റെ ആ ഒരു പുറത്തെ ലെയർ നന്നായിട്ട് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ബ്രോസ്റ്റ്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മസാല ബ്രോസ്റ്റ് വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള പീസസ് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ്, അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ചിക്കനാണ് കേട്ടോ. മുകൾ ഭാഗം നല്ല ക്രിസ്പായിരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുബൂസാണ് നമ്മളിതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക. ഇനി നമുക്കിതിൻ്റെ കൂടെ ഗാർലിക് സോസാണ് വേണ്ടത്. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.